ഇപ്പം എല്ലാ ദിവസവും രാവിലെ കുറച്ച് നേരത്തെ എണീറ്റോ. എന്താ വെച്ചാൽ ഈ വെളിച്ചെങ്ങനെ വന്നിട്ട് ഉള്ളിലേക്ക് അടിച്ചിട്ട് നമ്മൾ എണീറ്റ് പോകും. 4:30-5 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് രാവിലെ കുറച്ച് വെളിച്ചം വരും. പിന്നെ 6 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് പറയും വേണ്ട. ഓൾമോസ്റ്റ് മെയ് മിഡായി. എത്ര പെട്ടെന്നാ ഓരോ മാസം പോണേന്ന് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. രാവിലെ എണീറ്റിട്ട് ഞാൻ എൻ്റെ കുറച്ച് പ്ലാനിങ് കാര്യങ്ങളൊക്കെ ചെയ്യും. ഇത് കഴിഞ്ഞ ദിവസം ഞാനും ആൻസി ഉണ്ടാക്കിയിട്ടുള്ള ബ്രൗണിയാണ് കേട്ടോ. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് അതും ഇപ്പം അധിക ദിവസം ഞാൻ ഫുഡ് ഇങ്ങനെ ഉണ്ടാക്കി ബാച്ച് ചെയ്ത് സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട്. നമുക്ക് ഉപ്പുമാവാണ്. ഇതും 2 ദിവസം മുന്നേ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. And colder in the light. Let's go ahead and turn it on. You turn on the camera here. And let's go. വേഗം മേലെഴുകി ഇറങ്ങിയിട്ടോ. എന്നിട്ട് രാവിലത്തെ സ്കിൻ കെയർ ചെയ്യാം. ഞാൻ കുറേ കാലമായിട്ട് സെരാവൻ്റെ മോയ്സ്ചറൈസർ ആയിരുന്നു യൂസ് ചെയ്യാറ്. ഇപ്പം ഞാൻ തിരിച്ച് കോസാറെക്സിലേക്ക് തന്നെ പോയിട്ടുണ്ട്. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന വേറെ കുറച്ച് പ്രൊഡക്ട്സ് ഡോക്ടേഴ്സ് സജസ്റ്റ് ചെയ്ത് അത് ഞാൻ ഇതിൽ കാണിക്കുന്നില്ല. അപ്പം അത് ഡോക്ടർ പറഞ്ഞാണല്ലോ. ലനേജിൻ്റെ ലിപ് ബാമും യുവിഡോക്സിൻ്റെ സൺസ്ക്രീനാണ് ഞാൻ യൂസ് ചെയ്തത്. ഞാൻ ഓൾസോ ഡോട്ടിൻകിൻ്റെ സൺസ്ക്രീനും യൂസ് ചെയ്യാറുണ്ട്. അപ്പം എല്ലാ പ്രോഡക്ട്സും ഞാൻ ഈ വീഡിയോയിൽ യൂസ് ചെയ്യുന്നത് താഴെ ലിങ്ക് ചെയ്യാം. ആമസോണിൽ സെയിൽ നടക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം ഞാൻ ജസ്റ്റ് പ്രോഷിൻ്റെ ഒരു ടിൻറ്റ് എൻ്റെ മുഖത്ത് മൂക്കിലും കവിളിലും ഒക്കെ ഇട്ടു. അപ്പോൾ ഇതാണ് നമ്മളെ ബേസിക് ആയിട്ടുള്ള സ്കിൻ കെയർ ആൻഡ് മേക്കപ്പ്. ഓൾ റെഡി. നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. അത്യാവശ്യം നല്ല സണ്ണി ആയിട്ടുള്ള ഒരു ദിവസമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ച് യൂണിവേഴ്സിറ്റിയിലേക്ക് നടക്കാമെന്ന്. കുറേ യൂണിവേഴ്സിറ്റിയിലേക്ക് പോയിട്ട് തന്നെ പിന്നെ നടക്കുന്ന കാര്യം പറയും വേണ്ട. അപ്പോൾ എന്തായാലും നടന്നു നോക്കാം. ഞാൻ എന്നാ ലാസ്റ്റ് യൂണിവേഴ്സിറ്റി പോയെന്ന് സത്യം പറഞ്ഞാൽ ഓർമ്മയില്ല കേട്ടോ. ഫെബ്രുവരി ആണെന്നാണ് എൻ്റെ ഒരു നിഗമനം. അതിനുശേഷം പോയിട്ടില്ല കേട്ടോ. അതും ഞാൻ ശ്രീയും കൂടെ 1-2 ദിവസം എങ്ങാണ്ട് ഒരു മീറ്റിങ്ങിന് വേണ്ടി മാത്രം പോയിട്ടുള്ളതാണ്. തീസിസ് സ്റ്റാർട്ട് ചെയ്തിട്ട് അങ്ങനെ യൂണിവേഴ്സിറ്റിയിൽ ഒരുപാട് പോകേണ്ടി വന്നിട്ടില്ല. പിന്നെ ഞാൻ നടക്കാൻ വിചാരിച്ചതിൻ്റെ വെതർ ആക്ച്വലി വളരെ നല്ലതാണ്. ഞാൻ വെച്ചാൽ സൈഡിൽ കൂടെ നടക്കുമ്പോൾ പൂക്കളൊക്കെ കാണാമല്ലോ. അപ്പം ഇവിടെയൊക്കെ ബാക്കിൽ പോയിട്ട് കുറേ പൂക്കളൊക്കെ ഇട്ടു കേട്ടോ. ഇപ്പം ഇങ്ങനെ നടക്കുമ്പം ഭയങ്കര നൊസ്റ്റാൾജിയ. കാരണം വന്ന പ്രാവശ്യം 2023 ഫസ്റ്റ് വീക്ക് ഓഫ് ക്ലാസ്സിലേക്കൊക്കെ പോകുമ്പോൾ ഡെയിലി ഇതിലൂടെ നടന്നാണ് പോയിക്കൊണ്ടിരുന്നത്. അന്ന് ബസ് എടുക്കുന്ന ശീലമല്ലായിരുന്നു. പിന്നെ നമ്മൾ ഇവിടുത്തെ പൈസ ഇട്ട് കുറച്ചൊന്ന് യൂസ്ഡ് ആവുമല്ലോ. കുഴപ്പമില്ല, മന്ത്ലി പാസ് ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഡെയിലി ടിക്കറ്റ് എടുക്കുകയാണെങ്കിലും കുഴപ്പമില്ല എന്നൊക്കെ തോന്നുന്ന ഒരു സമയത്ത് ടിക്കറ്റ് എടുക്കാൻ തുടങ്ങിയത്. അതുവരെ ഒന്നും നടന്നായിരുന്നു പോരപ്പോൾ. പക്ഷെ കുറേ ഈ പറഞ്ഞ പോലെ നടക്കാണ്ട്. പിന്നെ ഇടക്കാലത്തൊക്കെ എക്സാം ഉള്ള സമയത്താണെങ്കിലും ഞാനിവിടെ കെമി സെൻറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. കെമിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റാണ്. അവിടെ വരെ വരുമായിരുന്നു. അല്ലാണ്ട് നടക്കലില്ല. ഇന്നാണെങ്കിൽ കുറച്ച് വെയിലുണ്ട് കേട്ടോ. പിന്നെ എനിക്ക് കുറച്ച് ദിവസമായിട്ട് കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം വരുന്നു റൈറ്റ് സൈഡ് ആയി. എന്തുകൊണ്ടാ റീസൺ ഇതുവരെ ഫിഗർ ഔട്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ എന്തായാലും കൂളിംഗ് ഗ്ലാസ് എടുത്ത് വെച്ചത്. നമ്മൾ ഓൾമോസ്റ്റ് ട്രാം ക്രോസിങ് എത്തി. ഞാൻ എങ്ങനെയാട്ടോ നടക്കുന്നത്. അപ്പം ട്രാം ഇപ്പം ഒന്നങ്ങോട്ടും ഒന്നിങ്ങോട്ടും പോയിട്ട്, അതുകൊണ്ട് ഇനിയിപ്പോൾ ട്രാം ഉണ്ടാവില്ല എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഈ നടുക്കൂടെ അങ്ങോട്ട് നടക്കാം. ഞാൻ നാട്ടിലേക്ക് പോകുന്ന സമയത്തിന് കുറച്ച് ആഴ്ച മുന്നൊക്കെ ഇവിടെ പണി നടത്തിയിരുന്നു. ഇവിടെ എന്തോ ഒരു ചേസൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ട്രാം പോണ വഴി, യൂണിവേഴ്സിറ്റിയുടെ ഉള്ളിൽ കൂടി ട്രാം പോണ വഴി. ഞാൻ പോകുമ്പോൾ ഇത്രയൊന്നും മരങ്ങളൊന്നും വന്നിട്ടില്ല കേട്ടോ. ഒക്കെ ഇപ്പോൾ പച്ച കളറാണ്. പിന്നെ ഇവിടെയൊക്കെ പുതിയ എന്തൊക്കെയോ സാധനം വെച്ചിട്ടൊക്കെ ഉണ്ട്. ഇത് എന്തിനുള്ളതാണോ എന്തോ. ഇവിടെയൊക്കെ കുറേ ഈ പറഞ്ഞ പോലെ ബെഞ്ചസൊക്കെ ഉണ്ട്. അത് പണ്ടും ഉണ്ട് കേട്ടോ, ഇപ്പോഴും ഉണ്ട്. പിന്നെ അവിടെ മാത്രം 2 വെള്ള മരം നിൽക്കുന്നുണ്ട്. നമുക്ക് കുറച്ച് നേരം ഇവിടെയൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇതാണ് യൂണിവേഴ്സിറ്റിയിലെ വി ബിൽഡിംഗ് കേട്ടോ. ഞങ്ങളത് ആക്ച്വലി എം ബിൽഡിംഗ് ആണ്. ഇന്ന് ഇവിടെ വി ബിൽഡിങ്ങിൽ ഇരിക്കാമെന്ന് വിചാരിച്ചു. നേരെ ചെന്ന് വെള്ളം നിറച്ചു. ഞാൻ 4 കുപ്പിയായിട്ടാണ് ഇറങ്ങിയത്. എന്നിട്ട് അവിടെ അധികം റൂംസ് ഒന്നും അവൈലബിൾ ആയിരുന്നില്ല. അപ്പം പുറത്ത് ഇവിടെ കണ്ടിട്ടുള്ളൊരു സ്ഥലത്ത് ഞാൻ ഇരുന്നു. ശ്രീ ഇപ്പോൾ വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അവിടെ ഇരുന്നിട്ട് എനിക്ക് ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ലാപ്പിൽ ചെയ്യാമെന്ന് വിചാരിച്ചു. ശ്രീ വരുമ്പോഴത്തേക്ക്
നമ്മൾ പ്രോഗ്രാം കോർഡിനേറ്ററൊക്കെ കണ്ട് കുറച്ച് കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. ഞാൻ ഇങ്ങോട്ട് തിരിഞ്ഞു കേട്ടോ, എനിക്ക് അങ്ങോട്ടാണ് പോകേണ്ടത്. സംസാരിച്ചു, ഇനിയിപ്പോൾ തിരിച്ച് റൂമിലേക്ക് പോവാണ്. ഇപ്പം 2 മണി ആവുന്നേ ഉള്ളൂ, 1:55 ആയി. ഫുഡ് കഴിച്ചേരാൻ കണ്ടില്ലല്ലോ. ഫുഡ് കഴിച്ചേരാൻ ഞാൻ കുറച്ച് നേരം ഇരുന്നിട്ട് കുറച്ച് സാധനമൊക്കെ വായിച്ച്. അപ്പം എന്നെ അമ്മനൊന്ന് വിളിച്ച്. പിന്നെ ഞാൻ കുറച്ച് നേരം കിടക്കയിലിരുന്ന് വിളിച്ച്. പിന്നെ ഞാൻ അടുക്കിടന്ന് ഉറങ്ങി കേട്ടോ. അങ്ങനെ ഒരുപാട് നേരം ഒന്നും ഉറങ്ങിയില്ല. ഏതാണ്ട് ഒരു 3:30 ഞാൻ കിടന്നത്. 3:20 ആ ഒരു സമയമൊക്കെ ആയപ്പം. ഇപ്പം 4:30 കഴിഞ്ഞ് 4:45 കഴിഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ 4:30 എണീറ്റ് ജസ്റ്റ് വേഗം ചടപടയിൽ നിന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്തു. ഒന്ന് ലുൻ സെൻട്രൽ വരെ പോകാമെന്ന് വിചാരിച്ചു. ഞാൻ മാത്രമല്ല ആൻസി കൊണ്ട് നടന്നു പോവാണ് കേട്ടോ. അപ്പോൾ ഈ നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങി കേട്ടോ. പുറത്തെത്തിയപ്പോഴാണ് ഈ വീഡിയോ എടുത്തില്ലല്ലോ എന്ന് ഓർമ്മ വന്നത്. നമ്മളിപ്പോൾ പോണത് എങ്ങോട്ടാന്ന് വെച്ചാൽ പറയൂ, ലുൻ സെൻട്രൽ. നമ്മൾ എന്തിനാ പോണേ? നമ്മൾ ബ്രെഡ് കളക്ട് ചെയ്യാൻ വേണ്ടിയാണ് പോണത്. ഫ്രീ ബ്രെഡ് റാംപ്ലേസിലേക്കാണ് പോണത്. അപ്പോൾ നമ്മളെ ഈ സൈഡ് കൂടെയുള്ള വഴി ഇങ്ങനെ ഇറങ്ങി കയറി നടന്ന് നമ്മൾ ലുൻ സെൻട്രലിൽ. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു ഗൈസ് നിന്റെ സ്പ്രിങ്? ഇവളെ ഫസ്റ്റ് സ്പ്രിങ് ആണല്ലോ ഇവിടുത്തെ. എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല അല്ല, വിന്ററിലെ കമ്പൊക്കെ മാറി ഇലകളൊക്കെ വരുന്ന മൈൻഡ് ഭയങ്കര റിഫ്രഷിംഗ് മോഡിലായിരുന്നു. ഇപ്പം പീക്ക് സമ്മറിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. എനിക്ക് വിന്ററിനെക്കാട്ടും സ്പ്രിങ്ങും അത് ഓൾമോസ്റ്റ് എല്ലാവർക്കും അങ്ങനെ തന്നെയായിരിക്കും ഇഷ്ടം. എനിക്ക് വിന്റർ എനിക്ക് ഇഷ്ടമേ ഉള്ളൂ. ഇപ്പൊ സമ്മറൊക്കെ ആവുമ്പോൾ ഡ്രസ്സ് ആണെങ്കിലും ഒക്കെ ലൈറ്റ് ഒക്കെ ആണെങ്കിലും കുറെ നേരം കിട്ടും. അതാണ് ഏറ്റവും ഭംഗി. പക്ഷെ വിന്ററിനോട് എനിക്ക് വെറുപ്പില്ല. വിന്റർ ആസസ് എനിക്കിഷ്ടം. നമ്മള് അന്ന് നാളെ വന്നിട്ട് കുറച്ച് ചെറിയ ദിവസത്തിന്റെ ഫോട്ടോ ഒക്കെ എടുത്തത് ഈ ബാക്കിൽ കാണുന്ന ആ ഒരു മരത്തിൽ നിന്നാണ് കേട്ടോ. അത് പച്ച കളറായി. താഴെ പക്ഷെ അങ്ങനെ കൊഴിഞ്ഞിടക്കുന്നുണ്ട് പിങ്ക് കളറ്. ആണോ? അപ്പൊ അങ്ങനെ ചെറിയ ബ്ലോസം സീസൺ ഒക്കെ കഴിഞ്ഞു. ഇനിയിപ്പോ കുറച്ചും കൂടെ അല്ലാത്ത ഫ്ലവേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട്. ഇനിയിപ്പം പീക്ക് സമ്മർ വരും. നമ്മളങ്ങനെ റാംഗ്ലൈൻസിന്ന് ഫുഡൊക്കെ കളക്ട് ചെയ്തു കേട്ടോ. യെസ്, അതിൻ്റെ ഇടയിൽ നമുക്കത് ക്ലിപ്പ് എടുക്കാൻ പറ്റില്ല. ബിക്കോസ് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, പിന്നെ ആൻസിൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടെ സംസാരിച്ച് സംഭവം നമ്മളോട് വീഡിയോ എടുക്കാൻ മറന്നുപോയി. പക്ഷെ അത്യാവശ്യം കുറച്ച് സാധനം ഇന്ന് കിട്ടുള്ളൂ. ഇന്നാള് ആൻസി വാങ്ങിയപ്പം വേറൊരു സ്പെഷ്യൽ റേസിൻ ബണ്ണുണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് അത് കിട്ടിയില്ല. പക്ഷെ കിട്ടിയതെല്ലാം നമ്മൾ പെറുക്കി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഇൻഡോ പാർക്കിലേക്കാണ് കേട്ടോ പോണത്. സത്യത്തിൽ നമ്മൾ ഇൻഡോ പാർക്കിൽ കയറി 3-4 സാധനം വാങ്ങി. പക്ഷെ ആടുന്നു നമ്മൾ വീഡിയോ എടുക്കാൻ മറന്നുപോയി. അത് കഴിഞ്ഞാൽ നമുക്ക് ലോക്ഷന് പോകാനുണ്ടായിരുന്നു. പക്ഷേ ലോക്ഷൻ അടച്ചിരിക്കുന്നു. കാരണം 6:45 ഇവിടെ എല്ലാ കടയും 6 മണി വരെയൊക്കെ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ വിചാരിച്ചു ഇക്കയിൽ പോയിട്ട് കുറച്ച് സാധനം കൂടി വായിക്കാണ്ട് എന്നിട്ട് ഇക്കയിൽ പോവാം. എങ്ങനെ കുടിക്കും? വെയിറ്റിംഗ് ഫോർ നമ്മൾ ഇക്കയിലേക്ക് ഇരുന്ന് പോകേണ്ടത് ചില ദുഷ്ടശക്തികൾ നമ്മളെ ഇവിടെ എത്തിച്ചു. ഞാൻ ആദ്യം പറഞ്ഞത് ഞാൻ ഇവിടെ ഓൾറെഡി പോയിട്ടുണ്ട്.
അപ്പോഴത്തേക്ക് ഒരാള് പോയാലോ പക്ഷെ അവളും വന്നു Ja, det menar de. Hon har tid och സാധനം ഓർഡർ ചെയ്യുന്നതിന്റെ ഇടയിൽ ഓൾറെഡി വേറെ ആൾക്കാരുടെ സൂപ്പ് എന്തൊക്കെയോ കമഴ്ത്തിട്ടിട്ടാണ് De borde bara se också att vi hängde ju mycket. Vi hängde inte så mycket. Vi får bara äta när vi kollar filmen sen. Utan bara, det är dags och så knäckte vi. Ja, nej, först hade vi faktiskt en brygga. പിടിച്ചു നോക്കാൻ മാത്രമേ അറിയൂ Ja, det där det öppnade sig. Och sen så gick vi till skogen och försökte få ut alla skogen. Och så tog vi alla. Och de var skitgoda. Jag blev tvungen upp till att de var liksom. Många saker hände. Men han kom för att du var så full. Nej, men också ഇങ്ങനെ വേണം എടുക്കാൻ så nice och fun. ഇവിടുത്തെ ആൾക്കാർ കാണാൻ ഡംപ്ലിംഗ് പ്ലേസ് പോയിട്ട് നമ്മൾ ഡംപ്ലിങ്സ് കഴിച്ചു 15 എണ്ണുള്ള സെറ്റ് ഒരാൾക്കുള്ള സെറ്റ് ആട്ടോ വാങ്ങിയത് പക്ഷേ 2 പേരെ വയറ് നിറഞ്ഞു അതിന് കൂടെ നമുക്ക് അഡീഷണൽ ആയിട്ട് സൂപ്പും നൂഡിൽസും കൂടെ കിട്ടും അപ്പൊ ഇനി നമുക്ക് ടിക്കയിലും കൂടെ പോകണം എന്നിട്ട് നമ്മുടെ ബസ് എടുത്തിട്ടാണ് തിരിച്ച് പോണത് നടക്കാന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇറങ്ങിയത് നടക്കാൻ ഇപ്പോഴും റെഡിയാണ് പക്ഷെ എന്റെ വയറ് നടക്കണം എനിക്ക് നടക്കാൻ വയ്യ അപ്പൊ നമ്മള് ബസ് എടുത്ത് പോകും നമ്മൾ തിരിച്ചെത്തിയിരിക്കണു ഇനി നമുക്ക് വേഗം റൂമിൽ പോകാം എന്നിട്ട് നമുക്ക് ഫേസ് മാസ്ക് ഇടാം ഇത് ഞാൻ ഇപ്രാവശ്യം നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നതാണ് കേട്ടോ ഫോക്സ് ടെയിലിൻ്റെ ഒരു പേർപ്പിൾ കളർ സ്കിൻ റേഡിയൻസ് മാസ്ക് ആണ് അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ചെറിയൊരു സ്പാച്ചുല ഉണ്ട് ഇതുവരെ ഞാൻ യൂസ് ചെയ്തില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് നമുക്ക് 2 പേർക്കും കൂടെ ഞാൻ ആൻസി ഉണ്ട് കേട്ടോ ആൻസി ബാത്റൂമിലുണ്ട് ഇപ്പോൾ വരും യൂസ് ചെയ്യാമെന്ന് ഇതിൻ്റെ കളർ നല്ല രസമുണ്ട് ഇത് കണ്ടിട്ട് ഭയങ്കര എസ്തെറ്റിക് ആയിട്ട് തോന്നിയിട്ട് വാങ്ങിയതാണ് അപ്പോൾ ഞാൻ കുറച്ച് റിവ്യൂസൊക്കെ നോക്കിയപ്പം നല്ല റിവ്യൂസും കണ്ടു അപ്പോൾ നമുക്കിത് യൂസ് ചെയ്യാം സോ ഗൈസ് നമ്മളങ്ങനെ ഫേസിൽ ഫുൾ മാസ്ക് ഇട്ടിരിക്കണു ഇത് മാസ്ക് ഇട്ട് ഡ്രൈ ആയാൽ സംസാരിക്കരുത് ഇപ്പം ഡ്രൈ ആയിട്ടില്ല പക്ഷെ പെട്ടെന്നൊന്നും ഡ്രൈ ആവില്ല കാരണം അത്യാവശ്യം നല്ല തിക്ക് ലെയർ ആണ് ഞങ്ങൾ വാരി പൊത്തിയിട്ടുള്ളത് ഇത്രേൻ്റെ ആവശ്യമില്ല ചെറിയൊരു ഒരു തിൻ ലെയർ അതല്ല ചെറിയൊരു ഒരു ഒരു എരിച്ചിൽ സെൻസേഷൻ പക്ഷേ വേറെ പ്രശ്നമൊന്നുമില്ല ഡ്രൈ ആയിട്ടുണ്ട് നമുക്ക് കഴുകി കളയാം ഓക്കെ ബൈ കഴുകി കഴിഞ്ഞിട്ട് കാണിച്ചു കേട്ടോ ആഫ്റ്റർ അത് നമ്മുടെ ഫേസ് മാസ്ക് ഒക്കെ കഴുകി കളഞ്ഞു നല്ല ഗ്ലോ വന്നിട്ടില്ലേ അതെ സോ അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഒരു റാൻഡം ഡേ ഇൻ മൈ ലൈഫ് ആയിരുന്നു യൂണിവേഴ്സിറ്റി പോകണോ പിന്നെ ബ്രെഡ് കളക്ട് ചെയ്യാൻ പോകണോ അങ്ങനെ എല്ലാം കൂടെ ആയിട്ട് കലർന്നിട്ടുള്ള ഒരു ഡംപ്ലിങ്സ് കഴിക്കാൻ പോകണോ എല്ലാം കൂടെ സോ ഇതൊക്കെയാണ് ഇപ്പോൾ റീസെൻ്റ്ലി ഡ്യൂറിങ് തീസിസ് എൻ്റെ ലൈഫ് ഹിയർ ഇൻ ലുണ്ട് ഇവിടെ ലൈഫ് കുറച്ചും കൂടെ എൻഗേജിങ് ആണ് കാരണം ഇപ്പോൾ ക്ലാസ്സസും എക്സാംസ് ഒക്കെ നടക്കാറുള്ളൂ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ വെച്ച് കാണാൻ വെച്ചാൽ ബൈ.